ഹായ് സ്റ്റുഡൻസ്, ഞാൻ അരുൺ രാജ്, എവിയൻ എഡ്യൂക്കേഷൻ്റെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കഷൻ കൊണ്ടുവരുന്നത് ലോസ് ഓഫ് മോഷൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ്. അപ്പോൾ ആദ്യ ഭാഗത്ത് ഞാൻ 3 ലോസ് പറയണ്ടായി. അപ്പോൾ ഇവിടെ ഡിസ്കഷൻ കൊണ്ടുവരുന്നത് സെക്കൻഡ് ലോയിൽ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആൻഡ് ഫോർമുലാസ് ആണ്. ഫസ്റ്റ് ലോ ഡീൽസ് വിത്ത് ഫോഴ്സ്, ദെൻ സെക്കൻഡ് ലോ അതുമായി ബന്ധപ്പെട്ട ഫോഴ്സിനെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. അതായത് ഫോഴ്സിൽ വരുന്ന ചേഞ്ച്, അതിന് പ്രധാന കാരണമായിട്ടുള്ള ആക്സിലറേഷനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു കുറച്ച് ടേംസ് കൂടി വരുന്നുണ്ട്. കാരണം സെക്കൻഡ് ലോ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ഇവിടെ നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡെറിവേഷൻ, സോ ഇമ്പൾസീവ് ഫോഴ്സ്, അതേപോലെ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ്, അതുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലം, ഈ കാര്യങ്ങൾ നമ്മൾക്ക് ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കഷനിൽ എടുക്കാം. സോ നമ്മൾക്ക് ഡയറക്റ്റ്ലി അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ കോൺസെപ്റ്റിലോട്ട് പോവാം. ഫസ്റ്റ്ലി നമ്മൾ ഡീൽ ചെയ്യുന്നത് ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ഫോമുല എങ്ങനെ വരുന്നത് നമുക്ക് നോക്കിയോക്കാം. സെക്കൻഡ് ലോ പ്രകാരം പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം which is directly proportional to external force or force. അഥവാ നമ്മൾ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം, what do you mean by change in momentum? That is represented as delta mv. Okay, rate of change of momentum is like this. That means mv into, so rate of change of momentum which is directly proportional to force, or delta mv by delta t which is directly proportional to force. It's important, note it. Okay, see, or ഇവിടെ force which is directly proportional to delta mv divided by delta t എന്ന് പറയും. Note it. Or we can say f is equal to a constant into delta mv by delta t എന്ന് പറയും. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ മാസിന് ചേഞ്ച് ഉണ്ടോ? മാസിന് നോ ചേഞ്ച്. ഓക്കെ, പിന്നെ ആർക്കാണ് ചേഞ്ച്? വെലോസിറ്റിക്കാണ് ചേഞ്ച്. നോട്ട് ഇറ്റ്. അഥവാ നോട്ട് ഇറ്റ്, വെലോസിറ്റി ടേം ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതെങ്ങനെയാവും? ദിസ് ടേം ഈസ് ലൈക്ക് ദിസ്. നോട്ട് ഇറ്റ്. ഇറ്റ് വിൽ ബി k into m into delta v by delta t. What is delta v by delta t? Delta v by delta t എന്ന് പറഞ്ഞാൽ എന്താ? It is rate of change of velocity. What is rate of change of velocity? That is acceleration. So it's become k into m into a. We consider f as unity or 1 Newton. At that time we consider the mass as unit or 1 kilogram and acceleration as 1 meter per second square. At that time k is equal to 1. So at that time k 1 ആവുന്ന സമയത്ത് k യുടെ വാല്യൂ 1 ആവുമ്പോൾ ഫോഴ്സ് f is equal to എന്താവും? ഫോർമുല become mass into acceleration. Note it. It's very important. f is equal to ma. That's all. So that's all about this derivation part. ഇനി വേറെ രീതിയിലും ചെയ്യാം, ബട്ട് 1 മെത്തേഡ് ഈസ് ഇനഫ്. അപ്പോൾ നമുക്ക് നിങ്ങൾ വേറെ മെത്തേഡ്സിലൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇമ്പൾസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ്. വാട്ട് എക്സാക്ട്ലി ദ ഇമ്പൾസ് ആക്ഷൻ? വാട്ട് എക്സാക്ട്ലി ദ ഇമ്പൾസ്? See, impulse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just the product of the impulsive force and time. Product of impulsive force and time ആണ്. അതായത് impulsive force is the force which act on an object for a short period of time. അതായത് ഒരു ചെറിയ സമയത്തിനുള്ളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇമ്പൾസീവ് ഫോഴ്സിന്റെ പ്രൊഡക്റ്റ് അഥവാ ഇമ്പൾസീവ് ഫോഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് ദ ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ദ ടൈം, അതിനാണ് നമ്മൾ എന്താ പറയുക? ഇമ്പൾസ് എന്ന് പറയും.
or we can say it's a change in momentum. Change in momentum എന്നും പറയാം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇമ്പൾസ് ആണ്. ഓക്കെ, അപ്പോ നമുക്കതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? അത് നോക്കാം നമുക്ക്. സി, ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ് അല്ലെ? ഫോഴ്സ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ്. ഇംപ്ലൈസ് മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഫോഴ്സ് ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം. ക്ലിയർ? സി, നോട്ട് ഇറ്റ്. Impulse equal to force into time, or change in momentum is force into change in time. So there is a connection. So അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. സോ ഇവിടെ ഒരു വലിയൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ചേഞ്ച് ഇൻ ടൈം. ഞാനിവിടെ കളറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കളർ ചെയ്ത പോർഷനിലേക്ക് ഒന്ന് സ്ട്രെസ് കൊടുക്കാം. സി, അപ്പൊ അത് ആദ്യം നമ്മളൊരു വീഡിയോ കണ്ടിട്ട് വന്നിട്ട് എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് പറയാം. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. Bad ball and a brilliant shot to get that kind of a distance. See, അപ്പോ അവിടെ ഒരു സച്ചിനും രോഹിത്തും 6 അടിക്കുന്ന ഒരു, അഥവാ ഹിറ്റ് ചെയ്യുന്ന ഒരു സീനായിരുന്നു. അതായത് ഹൈലി നല്ല സ്പീഡിൽ വരുന്ന ഒരു ബോളിനെ ജസ്റ്റ് ടൈമിങ്ങിലൂടെ മാത്രം 6 ആക്കുന്ന ഒരു പ്രക്രിയ. ഇവിടെ നോട്ട് ചെയ്യേണ്ട ആ ഒരു കാര്യത്തിൽ ഇവിടെ ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ജസ്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ചേഞ്ച് ഇൻ ടൈം. ഈ ഒരു ടൈം, നോട്ട് ഇറ്റ്, ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കുറയും തോറും ഇവിടെ ഉണ്ടാവുന്ന ഇമ്പാക്ട് അഥവാ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ ഒരു ചെറിയ സമയത്ത് ഒരു ബാറ്റ്സ്മാൻ ആ ഒരു ബോളിനെ ടൈം ചെയ്ത് വിടുന്ന സമയത്ത്, മീൻസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുന്ന സമയത്ത്, വിത്തിൻ മില്ലി സെക്കൻഡ്സിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് അഥവാ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. കാരണം ഇവിടെ ഡിനോമിനേറ്റർ ചെറുതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ആൻസർ അഥവാ ഫോഴ്സ് ടേം അഥവാ ഇമ്പൾസീവ് ഫോഴ്സ് ബിക്കം വെരി ലാർജ്. അതാണ് ഇവിടെ സംഭവിച്ചത്. സി, നമ്മളൊരു ആണി എടുത്ത്, ജസ്റ്റ് ഒരു ആണി എടുത്തിട്ട്, ഇപ്പൊ ഈ ഒരു ആണി നമ്മളിപ്പോ ഇവിടെ ഈ ഒരു സ്കെയിലോട്ട് തറയ്ക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിൽ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. ചുമ്മാ അവിടെ ഇരുന്ന് പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒരു ചുറ്റിക എടുത്തിട്ട് അടിച്ചു കഴിയുമ്പോഴാണ് ഈ ആണി ഇവിടെ തറഞ്ഞു കയറി പോകുന്നത്. നോട്ടിട്ട് അങ്ങനെ ജസ്റ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ ആണി ഇതിലോട്ട് തറഞ്ഞു കയറി പോകുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതും ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. നോട്ടിട്ട്, ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. അതായത് സി, കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ മൈക്രോ സെക്കൻഡ്സ് ഓർ മില്ലി സെക്കൻഡ്സിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടൈം വളരെ കുറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് അഥവാ ഇമ്പൾസീവ് ഫോഴ്സ് ബിക്കം വെരി ലാർജ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മളൊരു ചെറിയ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത് നമ്മൾ മുട്ട് ബെൻഡ് ചെയ്യും, എന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുട്ട് നിലത്ത് കുത്തിയൊന്ന് കൈയൊന്നും, ഇനി അതും പോരാന്ന് ചിലപ്പോൾ നമ്മൾ റോൾ ചെയ്യേണ്ടി വരും. അതൊക്കെ എന്തിനാ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ചെയ്യുന്നത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിയിൽ ഈ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടൈം ഫാക്ടർ മീൻസ് അവിടെ ടൈം കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫോഴ്സ് കുറയും. അഥവാ ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സിന്റെ ടേം ഇവിടെ എന്താ സംഭവിക്കുക? കുറയും. അപ്പൊ അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ഇമ്പൾസ്. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണാൻ വിചാരിക്കുന്നു. ഇനിയും ഉണ്ട് എക്സാമ്പിൾ. ജസ്റ്റ് നമുക്ക് ഇപ്പൊ ഒരു കീപ്പർ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ക്യാച്ച് ചെയ്തതിന് ശേഷം കൈ പുറകിലോട്ട് വലിച്ചു കൊണ്ടുപോകാറുണ്ട്. ടൈം അഥവാ അവിടെ കുറച്ചു കൊണ്ടുവരും. ആ ടൈം കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫോഴ്സ്, ഇമ്പൾസീവ് ഫോഴ്സ് കുറയും. ഇനി ഷോക്ക് അബ്സർ വെക്കുന്നത് അതിനാണ്. വണ്ടി ചാടുന്ന സമയത്ത് അതൊരു ഇമ്പാക്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ഷോക്ക് അബ്സർവ് വെക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഷോക്ക് അബ്സോർബ് ചെയ്യും. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇതൊക്കെ ഇമ്പൾസീവ് ഫോഴ്സും അതിന്റെ ആപ്ലിക്കേഷൻസും ആണ് പറയുന്നത്. സെക്കൻഡ് ലോ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിലോട്ട്. ഓക്കെ, ഇതാണ് പ്രോബ്ലം. The batsman hits back a ball
straight in the direction of the bowler without changing the initial speed 13 meter per second, 13 meter per second. Mass of the ball is 150 gram. What is the change in momentum? What is the impulse? See, note it. Imagine. Okay. നമുക്കൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ കാണാം. നോട്ട് ഇറ്റ്. Shot. Back. ഓക്കെ, സി ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബൗളർ വന്ന് ബോൾ ചെയ്തു, ബാറ്റ്സ്മാൻ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയി ഹിറ്റ് ചെയ്തു. അത് നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, സി ബൗളർ വന്ന് 13 മീറ്റർ പെർ സെക്കൻഡിൽ ബോൾ ചെയ്തു, ബാറ്റ്സ്മാൻ അതേ വെലോസിറ്റിയിൽ തിരിച്ചും കൊടുത്തു. സി ഇത് ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ദിസ് ഇസ് ഫൈനൽ വെലോസിറ്റി. ഇത് 13 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇറ്റ്സ് -13 മീറ്റർ പെർ സെക്കൻഡ്. കാരണം ഇത് ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഇറ്റ്സ് 13, ഇറ്റ്സ് -13. നോട്ട് ഇറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ദെൻ മാസ് തന്നിട്ടുണ്ട് 150 gram ആണ്. വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു കിലോഗ്രാം. ഇറ്റ്സ് 150 divided by 1000. സോ ആൻസർ വിൽ ബി 0.15 kilogram. അപ്പോൾ മാസ് കിട്ടി, വെലോസിറ്റി അറിയാം. സോ what exactly change in momentum? Firstly, change in momentum is മാസിന് ചേഞ്ച് ഇല്ല. ചേഞ്ച് ഇൻ മൊമെന്റം മീൻസ് ചേഞ്ച് ഇൻ മാസിന് ചേഞ്ച് ഇല്ലെങ്കിൽ മാസിനെ എടുത്ത് ജസ്റ്റ് പുറത്ത് വെക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി മാത്രം നോക്കിയാൽ മതി. സോ മാസ് ഇസ് 0.15. ചേഞ്ച് ഇൻ വെലോസിറ്റി മീൻസ് എത്ര ചേഞ്ച് വന്നു, ദാറ്റ് മീൻസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ. സോ വാട്ട് ഈസ് ദ ഫൈനൽ വൺ? Final will be -13. What's initial? Initial is 13. So what will be the answer? 0.15 into -13 minus -13. ഇവിടെ വീണ്ടും രണ്ട് നെഗറ്റീവ്, so it's -26. So what will be the answer? It's around 3.9, but it is -3.9. That's change in momentum. നമ്മൾ പറഞ്ഞു ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാ? ഇമ്പൾസ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം. സോ ഇമ്പൾസ് തന്നെ ആയിരിക്കും -13.9. യൂണിറ്റ് വിൽ ബി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ നോട്ട് ഇറ്റ്. സോ ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം എന്താ പറയുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഒരു ബോള് ഒരു സർട്ടൈൻ ഹൈറ്റിൽ നിന്ന് ഹിറ്റ് ആവുന്നു. ഇറ്റ് സിംപ്ലി ക്വസ്റ്റ്യൻ എഴുതുന്നില്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറയണം. 19.6 മീറ്റർ ഹൈറ്റിൽ നിന്ന് ബോള് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തു. മുകളിലായിട്ട് വീണ്ടും ബൗൺസ് ചെയ്ത് പോയി ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 4.9 മീറ്റർ ഹൈറ്റിലോട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുള്ള ഇപ്പോൾ ബോളിൻ്റെ മാസ്, ഇപ്പം മാസ് ഓഫ് ബോൾ ഈസ് 1 മീൻസ് 100 gram ആണെന്ന് വിചാരിക്കും. 100 gram ആണെന്ന് വിചാരിക്കും. സോ വാട്ട് വിൽ ബി ദ ഇമ്പൾസ് എത്രയെന്ന് ചോദിക്കും. ബോളാണ് ഒരു ബോള്, മാസ് 100 gram, അത് 19.6 മീറ്റർ ഹൈറ്റിൽ നിന്നും താഴേക്ക് വന്നു. ഇറ്റ്സ് 4.9 മീറ്റർ റീബൗണ്ട് ചെയ്ത് മുകളിലേക്ക് പൊങ്ങി. സോ മാസ് 100 gram ആണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഇമ്പൾസ് എത്രയാണെന്നാണ് ചോദ്യം. ഇമ്പൾസ് ഈസ് ചേഞ്ച് ഇൻ മൊമെന്റം. മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി കണ്ടുപിടിക്കണം. അതാണ് നമ്മളുടെ ആദ്യത്തെ ടാസ്ക്. സോ ആദ്യത്തെ കേസിലെ വെലോസിറ്റി, രണ്ടാമത്തെ കേസിലെ വെലോസിറ്റി. So that is change in velocity. That means final minus initial. നമുക്ക് നോക്കാം. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1 kilogram അല്ലേ? ഇറ്റ്സ് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 100 divided by 1000. ഇറ്റ്സ് 0.1 kilogram. So 0.1 into what's the velocity? Final velocity. See, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. V2 is the final velocity.
അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? V1 V is equal to root of 2 into G into H1, V2 which is equal to root of 2 into G into H2. ഇതാണ് ഫോർമുല. നോട്ട് ഇറ്റ്. അപ്പോൾ ഈ ഫോർമുലയൊക്കെ നമ്മൾ മുൻപിൽ ഡിറൈവ് ചെയ്തെടുത്തതാണ്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2GH എന്ന് പറയുന്ന ഫോർമുലയിൽ നിന്നും ഈ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയി കൺസിഡർ ചെയ്യുന്നു. സോ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH. ദാറ്റ്സ് ഓൾ. അപ്പം ഇതാണ് ഫോർമുല. അപ്പം ഈ ഒരു ഫോർമുലയിൽ നിന്നും H1 root of 2 into 9.8 into 19.6. So it's become 2 into 9.8 is root of 19.6 into root of into 19.6. So it's become 19.6. So V1 is 19.6. What about V2? V2 is 2 into 9.8 into 4.9. See, not it. So it will be 9.8 into 2 into 4.9 is 9.8. So answer become 9.8. So V2 is 9.8 and V1 is 19.6, but it is in opposite direction. So നമ്മൾ V2 മുകളിലേക്ക് പോകുന്നത് പോസിറ്റീവായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ V1 നെഗറ്റീവായി കൺസിഡർ ചെയ്യണം. So 19.8 minus 19.6. So what will be the answer? 0.91 into 9.8 minus of minus become plus 19.6. So it's 0.1 into it's become 29.4. So 0.1 into 29.4. What will be the answer? 2.94 kilogram meter per second. So that's all about this impulse. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട, ഇവിടെ ചിലപ്പോൾ നമ്മൾക്ക് പല കൈനമാറ്റിക് റിലേഷൻസും അപ്ലൈ ചെയ്യേണ്ടി വരും. അതാണ് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്. കൈനമാറ്റിക് ഫോർമുലാസ് വി സ്ക്വയർ ഈസ് ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2GH U2GS അഥവാ വി ഈസ് ഇക്വൽ ടു U plus 18 ലൈക്ക് ദാറ്റ്. അതുപോലുള്ള ഫോർമുലാസ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇതുപോലുള്ള പ്രോബ്ലംസ് ഇനിയും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ താങ്ക് യു.